ഇന്ന് ഞാനൊരു 2 ബോക്സർമാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നീ എന്തൊക്കെയായി പറയണ പന്നി? നമ്മുടെ ഇക്കും ലാലേട്ടനും ബോംബെയിലെ വലിയ ബോക്സർമാരാണ് ഗൈസ്. ഒരു സിക്കിം ലാലേട്ടനും ബോക്സിംഗ് ടൂർണമെന്റിന് പോവും. കളിക്കുന്നെങ്കിൽ അത് ജയിക്കാനായി മാത്രം. നമ്മുടെ ലാലേട്ടനെ അടിച്ചത് നമ്മുടെ ഇക്കയ്ക്ക് ഇഷ്ടാവില്ല. എന്നിട്ട് ഇക്ക ഒരൊറ്റ ഇടി ഇടിക്കും. അപ്പൊ നമ്മുടെ മസിലേട്ടനെ അവിടെ ഇടിഞ്ഞു കൊളിഞ്ഞു വീഴും. നിങ്ങൾ ചോദിക്കാതെ ഇങ്ങനെ സംഭവിക്കാന്ന്. കാരണം ഇതൊരു പേട്ടപ്പാടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇക്കും ലാലേട്ടന് ആ കളി ജയിച്ചിട്ട് കോടീശ്വരന്മാരാവും ഗൈസ്. അങ്ങനെ കുറെ പൈസ കിട്ടും അവർക്ക്. കളിക്കുന്നെങ്കിൽ അത് ജയിക്കാനായി മാത്രം. പിന്നെ നമ്മുടെ ഇക്കയ്ക്ക് ഒരു ബ്രദർ ഉണ്ട് ഗൈസ്. ആ ബ്രദർ ഹോസ്പിറ്റലിൽ വെച്ച് ചെറുപ്പത്തിൽ മിസ്സായി. ആ ബ്രദർ ഇപ്പൊ വലിയൊരു ഡോണാണ് ഗൈസ്. നമ്മുടെ ഡോൺ മമ്മൂസിന് ഒരു കൊട്ടേഷൻ കിട്ടും, ലോകത്തെ ഏറ്റവും വലിയൊരു ആർച്ചറിന്റെ കൈ ഒടിക്കാനായിട്ട്. എന്നിട്ട് നമ്മുടെ ഡോൺ മമ്മൂസ് അയാളെ ചെന്ന് കണ്ടിട്ട് അയാളുടെ കൈ പിടിച്ചിട്ട് ഓടിക്കും. അല്ല, ഈ കൈ നമ്മുടെ മമ്മൂസിന്റെ കൈയല്ലല്ലോ. അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. പിന്നെ നമ്മുടെ ഇക്കാനി ലാലേട്ടനെ എല്ലാവരും കോബ്ര എന്നാണ് വിളിക്കുക ഗൈസ്. അപ്പൊ കോ കൊണ്ട് തുടങ്ങുന്ന സ്ഥലത്ത് മാത്രമേ അവർ താമസിക്കുള്ളൂ. ഉദാഹരണത്തിന് കൊല്ലം, കോട്ടയം, കൊടുങ്ങല്ലൂർ. പിന്നെ അവർ പൂജപ്പുര, പുല്ലൂര് തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കാറില്ല. പൂജപ്പുരയുടെ പൂവും ബ്രദേഴ്സിന്റെ ബ്രായും ചേരുമ്പോ അവരെ പൂബ്ര എന്ന് വിളിക്കുന്നോണ്ട് അവരവിടെ താമസിക്കാത്ത. അത്രമാത്രം സ്നേഹിച്ചിരുന്നു അവർ ആ കോബ്ര എന്ന പേരിനെ. പിന്നെ നമ്മുടെ ഇക്കും ലാലേട്ടനും കല്യാണം കഴിക്കാൻ വേണ്ടി കോട്ടയത്തേക്ക് വരും. കോട്ടയത്തിന്റെ കോയും ബ്രദേഴ്സിന്റെ ബ്രായും ഉള്ളതുകൊണ്ടാണ് അവർ കോട്ടയത്ത് വന്നത്. എന്നിട്ട് കല്യാണത്തിന് വരുമ്പോ ആ കല്യാണം മുടങ്ങും. അങ്ങനെ നമ്മുടെ ലാലേട്ടനാകെ സാഡാവും ഗൈസ്. ബ്രദറെ, പിന്നെ നമ്മുടെ ലാലേട്ടൻ ഇക്കും കൂടി കൊല്ലത്തേക്ക് പോവും. കൊല്ലത്തിന്റെ കോയും ബ്രദേഴ്സിന്റെ ബ്രായും കറക്റ്റ് ആയതുകൊണ്ട് കൊല്ലത്തേക്ക് പോയേ. എന്നിട്ട് അവിടെ വെച്ച് നമ്മുടെ ലാലുവണ്ണനെ കാണും. ലാലുവണ്ണന്റെ മക്കളെ ഇക്കും ലാലേട്ടന് ഇഷ്ടാവും. പിന്നെ അവർക്കും ഇഷ്ടാവും. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ ഇക്കും ഹാപ്പി ആവും. പിന്നെ നമ്മുടെ ഇക്കും ലാലേട്ടനും കൂടി ഒരു ബോക്സിംഗ് റിങ് സെറ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ ലാലുവണ്ണനെ നമ്മുടെ ബാബുവേട്ടനെ അപമാനിച്ച് വിടും. പിന്നെ നമ്മുടെ ബാബുവേട്ടന് ദേഷ്യം കയറും. എന്നിട്ട് ഇക്കയോടും ലാലേട്ടനോട് ധൈര്യം ഉണ്ടെങ്കിൽ റിങ്ങിൽ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറയും. പിന്നെ ഒരു ദിവസം നമ്മുടെ ബാബുവേട്ടൻ നമ്മുടെ ഇക്കേനെ വിളിച്ചു വരുത്തും. എന്നിട്ട് മമ്മൂസിനെ കാട്ടി കൊടുക്കും. എന്നിട്ട് നീ മര്യാദയ്ക്ക് ബോക്സിംഗ് മാച്ചിൽ തോറ്റു തന്നില്ലെങ്കിൽ മമ്മൂസ് ഡൂപ്പിട്ട കൈ കൊണ്ട് നിന്റെ വിരലൊടിക്കുമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഇക്കയ്ക്ക് ആകെ ടെൻഷനാവും ഗൈസ്. അത് കഴിഞ്ഞിട്ട് ബോക്സിംഗ് മാച്ച് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ റിങ് വെച്ച് ബാബുവേട്ടൻ അങ്ങോട്ട് നോക്കാൻ പറയും. അങ്ങോട്ട് നോക്കാൻ പറയുമ്പോൾ അവിടെ മമ്മൂസ് എന്നിട്ട് മമ്മൂസിന്റെ ഒറിജിനൽ കൈ കൊണ്ട് മടക്ക് വലിക്കണ്. അത് കാണുമ്പോൾ നമ്മുടെ ഇക്കയ്ക്ക് ആകെ ടെൻഷനാവും ഗൈസ്. അപ്പൊ നമ്മുടെ ബാബുവേട്ടൻ നമ്മുടെ ഇക്കേനെ ഇടിച്ച് കൂട്ടും. ഇക്ക എങ്ങനെ ഇടികൊള്ളത് സഹിക്കാൻ പറ്റാണ്ട് നമ്മുടെ ലാലേട്ടൻ റിങ്ങിൽ ഇറങ്ങും. പിന്നെ ഇക്ക ഈ സിനിമയിലെ നായകനെ കാരണം കളി ജയിക്കാൻ വേണ്ടി അവസാനം വന്നിട്ട് ബാബുണ്ണനെ ഒരു ഒറ്റ ഇടിക്കും. ബാബുണ്ണനെ ഇപ്പൊ സൈഡാവും. എന്നിട്ട് നമ്മുടെ ഇക്ക ജയിക്കും. പിന്നെ നമ്മുടെ ഡോൺ മമ്മൂസ് നമ്മുടെ ഇക്കേനെ നോക്കും. എന്നിട്ട് കൈ ഓടിക്കാനായിട്ട് ഡൂപ്പിടാനായിട്ടുള്ള ആള് വരാത്തോണ്ട് ബൈ ബൈ പറയും. അങ്ങനെ പടം കഴിയും.